ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാനശുശ്രൂഷയുടെ ആരംഭമായി 1110 പാട്ടുമാണ് 1110. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. അടുത്തായി 1072 പാട്ട് പാടാം 1072. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. മിന്നൽ പിണരുകൾ വീശും, പിന്മാറിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനകോടികൾ
പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. ഈ തിരുവനഭാഗത്താൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഈ ശ്യാം സ്കൂളിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നമ്മുടെ ശ്യാം സ്കൂളിൻ്റെ തുടർച്ചയായി നമുക്കെല്ലാവർക്കും ചേർന്ന് സത്യപ്രദീപ ഗാനങ്ങളിലെ 971 ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ഇരുൾ പാതയിലനുദിനവും നിൻ കതിരൊളി വീശുമെന്നും. ഇരുൾ പാതയിലനുദിനവും നിൻ കതിരൊളി വീശുമെന്നും. ഈ ലോകമാം സാഗരത്തിൽ ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോൾ എൻ്റെ കഷ്ടത തീർത്തിടുവാൻ പ്രിയ എന്നു നീ വന്നിടുമോ? എൻ്റെ കഷ്ടത തീർത്തിടുവാൻ പ്രിയ എന്നു നീ വന്നിടുമോ? അപ്പനമ്മയും കൈവിടുമ്പോൾ കൈവിടാത്തോരേശുപരൻ എനിക്കായവനൊരുക്കിടുന്ന ശ്രേഷ്ഠമേറിയ ഭവനമങ്ങ്. എനിക്കായവനൊരുക്കിടുന്ന ശ്രേഷ്ഠമേറിയ ഭവനമങ്ങ്. നിന്ന പരിഹാസമേറിടുമ്പോൾ എൻ്റെ വിശ്വാസം തളർന്നിടാതെ നിന്റെ ക്രൂശിനെ നോക്കിക്കൊണ്ട് മുൻപോട്ടോടിടും അന്ത്യം വരെ. നിന്റെ ക്രൂശിനെ നോക്കിക്കൊണ്ട് മുൻപോട്ടോടിടും അന്ത്യം വരെ. ബഹുദൂതരുമായി വാനിൽ തന്റെ കാന്തയെ ചേർത്തിടുവാൻ ഒരു മണവാട്ടിയായി എന്നെ ഒരുക്കിടുവാൻ കൃപ തരിക. ഒരു മണവാട്ടിയായി എന്നെ ഒരുക്കിടുവാൻ കൃപ തരിക. ഇരുൾ പാതയിലനുദിനവും നിൻ കതിരൊളി വീശുമെന്നും. നമുക്ക് നമ്മളെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല ദൈവമേ, മനോഹരമായ വിശുദ്ധ ശബ്ദത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ചുരുക്കം ചിലരായിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തിരിക്കാൻ കോടാകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ശബ്ദത്തിൻ്റെ അവസാന സമയം മുതൽ
ഈ ശബ്ദവരെയും കർത്താവിൻ്റെ അത്ഭുതകരങ്ങൾ ഞങ്ങളെ വഴി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇതെല്ലാം തന്ന് കർത്താവ് ഞങ്ങളെ ദിനം പ്രതി പോരി പുലർത്തുന്ന വൻകൃപയ്ക്കായി കൊടാകൂടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ലോകത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ അനേകായിരങ്ങൾ ഞങ്ങളെക്കാളും ശ്രേഷ്ഠരായവരൊക്കെയും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴും കർത്താവ് ഞങ്ങളെ അവിടുന്ന് ഒരു ശബ്ദത്തിൻ്റെ നന്മയും കൂടെ അനുഭവിപ്പാൻ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്ന വൻകൃപയ്ക്കായി കൊടാകൂടി സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് സുഖമില്ലാതെ ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന നിൻ്റെ എല്ലാ മക്കളെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വർഷങ്ങളായി ജീവിതത്തിൽ സന്തോഷവും സമാധാനം അനുഭവിക്കാതെ രോഗത്തിൻ്റേതായ മൂർധന്യ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിൻ്റെ ആഴ്പിഴുതേറ്റ കരം അവിടുന്ന് ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ അവിടുന്ന് തലോടി അവിടുന്ന് സൗഖ്യം പ്രദാനം ചെയ്യണമേ, ശബ്ദത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയത്ത് ശാബത്ത് സ്കൂൾ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുകയാണ് കർത്താവെ. അതിൽ ഭാഗവാക്കുകളാവുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഭാഗങ്ങൾ വളരെ ഭംഗിയായും കൃത്യനിഷ്ഠയോടും കൂടി ചെയ്തു തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് കേൾക്കുക മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി തീർക്കാൻ തക്കൊണ്ടും സഹായിക്കണമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മുൻപേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുക, അതോടുകൂടി സകലതും ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകം അതിൻ്റെ മോഹങ്ങളിലൂടെ ഓടാതെ വണ്ണം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിത്യതയിൽ കാണുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ നോട്ടം, ഞങ്ങളുടെ ഭാവം, ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ വഴികൾ എല്ലാം കർത്താവിന് സുഗ്രാഹ്യമായി തീർക്കണമേ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളെല്ലാവരും ബലഹീനരാകുന്നു കർത്താവെ. ആ ഒരു ബോധം ഞങ്ങളിൽ ഉണ്ടാകുവാൻ തക്കൊണ്ട് സഹായിക്കണമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ മറ്റുള്ളവരെ വിരൽ ചൂണ്ടുന്നവരാകാതെ സ്വയം വിരൽ ചൂണ്ടി ഞങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കി ദൈവത്തെ മാതൃകയാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ ശബ്ദത്തിൻ്റെ പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടെ ഞങ്ങളെല്ലാവരെയും താഴ്ത്തി പരമേൽപ്പിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ മക്കളെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങൾ സമസ്തവും കർത്താവിൻ്റെ പാദപീഠങ്ങൾ വയ്ക്കുന്നു. അന്ത്യത്തിൽ എൻ്റെ കർത്താവ് ഞങ്ങളെ ചേർപ്പാൻ മേഘാടനായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾ ഒരുങ്ങിയവരും മറ്റുള്ളവരെ ഒരുക്കിയവരുമായി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് യോഗ്യമാവണ്ണം ഞങ്ങളായിത്തീരുവാനും അതിലുപരി എൻ്റെ കർത്താവ് രാജാതിരാജാവും കർത്താവുമായി മേഘങ്ങൾ എടുക്കപ്പെടുമ്പോൾ ഞങ്ങളൊരു കുഞ്ഞുപോലും നഷ്ടപ്പെട്ടു പോകാതെ എൻ്റെ അരുമരക്ഷകൻ്റെ കൂടെ എന്നും ആ നിത്യശബ്ദൻ പങ്കാളിലായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാണോന്ന് ഞങ്ങൾക്ക് ആ ജീവൻ വെടിഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമല്ലണം സ്വർഗ്ഗം നല്ല ദൈവമേ. ആമേൻ. സ്തോത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ക്വാർട്ടറിൽ വായിച്ചു കേൾക്കുന്നത് യൂറോ ഏഷ്യൻ ഡിവിഷനിലെ വേലയെ സംബന്ധിച്ചാണ്. അതിലിന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് ഛിന്ന ഭിന്നമാകുന്ന തകർച്ചയെപ്പറ്റിയാണ്. ഇത് എഴുതിയറിയിക്കുന്നത് റഷ്യയിലെ ഒരു വനിതയായിരിക്കുന്ന ഓൾഗ എന്ന സ്ത്രീയാണ്. അവരുടെ ഭർത്താവിൻ്റെ പേര് റോമൻ എന്നാണ്. ഇവർ രണ്ടുപേരും റഷ്യയുടെ കരിങ്കടൽ തീരത്തൂടെ അവരുടേതായ കാറിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ, അവരുടെ തെറ്റായ ദിശയിലൂടെ യാത്ര ചെയ്തപ്പോൾ എതിരെ ഒരു മേഴ്സിഡസ് കാറിൽ വന്ന ഒരാൾ ആ കാറിനെ ഇടിച്ച് വലിയ ഒരു അപകടം അവിടെ നടന്നു. ആ കാർ രണ്ടും തകർന്ന് തരിപ്പണമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എന്നാൽ ദൈവനിശ്ചയം എന്ന് പറയട്ടെ, ഈ രണ്ട് കാറിലെ യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് കാണുന്നത്. ഈ അപകടം നടന്ന സംഭവത്തിന് ശേഷം പോലീസ് കേസ് അന്വേഷിച്ച് അവിടെ വരികയും ആ പോലീസ് ആ റിപ്പോർട്ടുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് വളരെ നിരാശാജനകനായി റോമൻ അവിടെ ഇരിക്കുന്നു. ഈ സമയം തൻ്റെ ഭാര്യ ഓൾഗ അടുത്തുള്ള മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ സമയത്ത് റോമനോട് മൂസ എന്ന ഈ ഡ്രൈവർ കർക്കശമായി സംസാരിക്കുകയും നിങ്ങളുടെ ലൈസൻസ് മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം എനിക്ക് തന്നിട്ട് നഷ്ടപരിഹാര തുക നിങ്ങൾ ഞങ്ങൾക്ക് തന്നതിന് ശേഷം
ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം തിരികെ തരാമെന്ന് എഗ്രിമെൻ്റ് ചെയ്തു. അങ്ങനെ പോലീസ് അധികൃതർ റിപ്പോർട്ട് എഴുതി പോയി. മൂസായെ മറ്റാരോ വന്ന് കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോയി. ഈ സമയം യാത്ര തുടരാൻ നിർവാഹമില്ലാതെ ഓൾഗയും റോമനും വീണ്ടും അവർ ആ മുന്തിരിത്തോട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇവരുടെ വിവാഹശേഷം ചില പ്രതിസന്ധികൾ അവരുടെ കുടുംബജീവിതത്തിൽ നേരിട്ടിരുന്നു. അതവർ ആ മുന്തിരിത്തോട്ടത്തിൽ പോയിരുന്ന് ദൈവത്തോട് ഏറ്റുപറയുകയും ഒരുപക്ഷെ ഈ അപകടം അതൊരു നിമിത്തമായി അവർ കാണുകയും വിലയിരുത്തുകയും ചെയ്തു. പോയി വന്നതിന് ശേഷം വീണ്ടും ഈ കടൽ തീരത്ത് അവർ അന്ന് രാത്രി ഉറങ്ങി. അന്ന് പ്രഭാതത്തിൽ ഇവരുടെ എതിർഭാഗം മൂസ എന്ന ഡ്രൈവർ തിരികെ വരികയും, അതായത് മറ്റൊരു കാറിൽ ഇവരെ വന്ന് അദ്ദേഹത്തിൻ്റെതായി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതും ഒരു അനുഭവമാണ് ഉണ്ടായത്. ആ ആഴ്ചയിൽ ഇവരെ രണ്ടുപേരെയും ആ കരിങ്കടൽ തീരത്തൂടെ അവരുടെ കാറിൽ കറങ്ങി നടക്കുകയും അദ്ദേഹത്തിൻ്റെതായ ഇൻഷുറൻസ് കാര്യങ്ങളും മറ്റു നിയമപരമായ കാര്യങ്ങളെല്ലാം നടക്കുവാൻ തക്കൊണ്ട് മൂസ സഹായിക്കുകയും ചെയ്ത് അത് അപ്രകാരം നടക്കുകയും ചെയ്യും. എന്നാൽ ഈ സമയം അവരുടേതായ ആഹാര കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ഇവർ തികച്ചും മാംസാഹാരികൾ അല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. മാംസാഹാരം ഭക്ഷിക്കാത്ത ഒരു വ്യക്തികളായി കണ്ടു. തന്നെയല്ല, മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുകയില്ല, ചാരായോ മറ്റോ കാര്യങ്ങളോ കുടിക്കുകയില്ലെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ആശ്ചര്യഭരിതനായി മാറി. നിങ്ങളൊരു വിചിത്ര ജീവിയാണല്ലോ എന്ന് അദ്ദേഹം പറയുകയാണുണ്ടായി. നിങ്ങൾ ആരാണ്, എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. ഓൾഗ പറഞ്ഞു, ഞങ്ങൾ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരാണ്. അത് ശരി, ഞാൻ എൻ്റെ ജീവിതത്തിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരായിട്ട് കാണുന്നത് രണ്ടാമത്തെ കൂട്ടരാണ് നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഞാൻ വിവാഹം കഴിച്ച എനിക്ക് 2 ഭാര്യമാരുണ്ട്. എൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ ഗർഭഛിദ്രം നടത്തുവാൻ അടുത്ത കാലത്ത് നിർബന്ധിക്കുകയുണ്ടായി. ഒരുപക്ഷെ അതിൻ്റെ ശിക്ഷയായിരിക്കാം ഇതെന്ന് അദ്ദേഹം അവിടെ പറയുകയാണുണ്ടായി. ഈ സമയം ഓൾഗയും റോമനും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലിരുന്നു കൊണ്ട് സാവോസ്കിയിലെ അവരുടെ സുഹൃത്തുക്കളോടൊത്ത് ഈ അപകടത്തിൻ്റെ നഷ്ടപരിഹാര തുക കിട്ടുന്നതിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ കേവലം 3 ദിവസം കൊണ്ട് ഈ നഷ്ടപരിഹാര തുക അവർക്ക് ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന മൂസ പറയുകയാണുണ്ടായി, ഞാൻ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ധനാഢ്യനാണ്, ഞാൻ അനേകം പേരെ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെ അന്വേഷിച്ച് ഇതുവരെ ആരും വന്നിട്ടില്ല, എന്നെ അന്വേഷിച്ച് ആരും ഒരു കോള് പോലും വിളിക്കുന്നുമില്ല. നിങ്ങൾ വളരെ സാമ്പത്തിക ശേഷി കുറഞ്ഞവരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്രമാത്രമാണ് കരുതുന്നത്. ഇത് പറഞ്ഞ് അദ്ദേഹം അവിടെ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ കണ്ടെത്തിയ പണം മൂസായ്ക്ക് റോമൻ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെതായ ഡോക്യുമെൻറ്റ്സ് എല്ലാം മൂസ റോമയ്ക്കും ഭാര്യയ്ക്കും തിരിച്ചു കൊടുത്തു. വീണ്ടും മൂസ പറയുന്നു, ഞാൻ ഇവിടുന്ന് ഇനി അടുത്ത ഒരു പ്രദേശത്തിലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ സമയം അവർ പറഞ്ഞു, ഞങ്ങൾ ഈ അപകട ദിവസം യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അങ്ങ് പറഞ്ഞ ഈ സാവോസ്കി എന്ന സ്ഥലത്തേക്ക് തന്നെയാണ്. അത് ശരി, നിങ്ങൾക്ക് എൻ്റെ കൂടെ പോരുവാൻ കഴിയുമെങ്കിൽ പോരുക. അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയും സാവോസ്കിയിൽ എത്തുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെതായ വസതി ഏറ്റവും ആഡംബരം നിറഞ്ഞ ഒരു ഭവനമായിരുന്നു അത്. അവർ ഇന്ന് വരെ കാണാത്തതും കേൾക്കാത്തതായ ഒരു ഭവനത്തിലായിരുന്നു വസിച്ചത്. അവിടെ 2 ദിവസം വസിച്ചതിന് ശേഷം മൂസയോട് യാത്ര ചൊല്ലി അവരവിടുന്ന് ഒരു ട്രെയിൻ മാർഗം സാവോസ്കിയിലേക്ക് പോയി. അവിടെ ചെന്ന് റോമനും ഓൾഗയും പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത വർഷം വളരെയധികം സാമ്പത്തിക ഞെരുക്കമാണ് ഞങ്ങൾക്കുണ്ടായത്. കാരണം നഷ്ടപരിഹാര തുക തിരിച്ചു കൊടുക്കാമെന്നുള്ള എഗ്രിമെൻ്റ്. അതിനുശേഷം
ദൈവകൃപയാൽ ദൈവം ഇവരെ സഹായിച്ചെന്ന് പറയാം. ഓൾഗയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നൊരു സ്ഥാനക്കയറ്റം ലഭിച്ചു. റോമനും അതുപോലെ ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലിയും ലഭിച്ചു. അവർ ദൈവത്തിനത് ഏറ്റവും നന്ദി അർപ്പിച്ചുകൊണ്ട് അവർ പറയുന്നു, അവർ സാക്ഷ്യപ്പെടുത്തുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം തകർച്ച നേരിട്ട ഒരു സംഭവമായിരുന്നു ഇത്. ദൈവം ഞങ്ങളെ സഹായിച്ചു, ഞങ്ങൾക്കിപ്പോൾ ഒന്നിനും മുട്ടില്ല എന്ന് ദൈവസന്നിധിയിൽ അവരവിടെ പറയുകയാണ് ഉണ്ടായത്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയം നമുക്ക് ഈ പ്രാവശ്യത്തെ 13-ാം വാരക്കാണിക്കയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് സാവോസ്കിയിലെ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സ്കൂൾ നിർമ്മാണത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി അതിന് കാണിക്കകൾ കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മിഷൻ റിപ്പോർട്ടിന് ഇവിടെ പരിസമാപ്തി കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. In Christ alone, my hope is found. He is my light, my strength, my song. This cornerstone, this solid ground, firm to the first that drop and stone. What heights of love, what depths of peace, where fears are still, where stirring seas. My comforter, my all in all, here in the love of Christ I stand.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശബത്തിൻ്റെ സന്തോഷത്തെ ഞാൻ ആശംസിക്കുകയാണ്. ഈ ആഴ്ചയിലും നമ്മൾ പഠിക്കുന്നതായ പാഠം 6-ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ തലവാചകം ദൈവമായി നടിക്കുന്നു. മനപ്പാഠവാക്യം യെശയ്യാപ്രവചനം 25-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഇതാ നമ്മുടെ ദൈവം, അവൻ അത്രയും നാം കാത്തിരിക്കുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവൻ അത്രയും നാം കാത്തിരിക്കുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ തുതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ, അടിയങ്ങൾ യെശയ്യാപ്രവചന പുസ്തകത്തെക്കുറിച്ചുള്ളതായ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഉയർത്തി എന്നുള്ള ജ്ഞാനത്താൽ അടിയങ്ങളെ അവിടെ നിറച്ചതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ, തുടർന്നും യെശയ്യാപ്രവചന പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ കർത്താവെ, അതിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാനും കർത്താവെ അത് മനസ്സിലാക്കുവാനും ഉയർത്തി എന്നുള്ള ജ്ഞാനത്താൽ അടിയങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം എഴുതപ്പെട്ട ആത്മാവിനാൽ അടിയങ്ങളെ ഓരോരുത്തരെയും അവിടെ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇത് കേൾക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, കർത്താവെ, അവരെയും ആത്മാവിനാൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മൾ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു, പിതാവേ, ആമേൻ. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത് യെശയ്യാപ്രവചനം 13-ാം അധ്യായം മുതൽ 27-ാം അധ്യായം വരെയാണ്. അതിൽ യെശയ്യാപ്രവചനം 13-ാം അധ്യായം മുതൽ 23-ാം അധ്യായം വരെ യഹൂദയുടെ അടുത്തുള്ളതായ ഒറ്റപ്പെട്ട ചില രാജ്യങ്ങളുടെ മേലുള്ളതായ യഹോവയുടെ ന്യായവിധിയെക്കുറിച്ചുള്ള പ്രവചനമാണ് നൽകുന്നത്. 24 മുതലുള്ളതായ അധ്യായങ്ങൾ, 24 മുതൽ 27 വരെയുള്ളതായ അധ്യായങ്ങളിൽ ലോകവ്യാപകമായുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും അവിടെ സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് 12-ാമത്തെ അധ്യായം വരെയാണ്. അവിടെ കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, സമാധാന പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവ്, അതിൻ്റെ ഉദ്ദേശം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിലും 1-ാമത്തെ വരവിലും കർത്താവായ യേശു ക്രിസ്തു നൽകുന്നതായ സമാധാനം, സന്തോഷം, സൗഖ്യത്തെക്കുറിച്ചൊക്കെയും നമ്മൾ ചിന്തിച്ചു. ഇന്ന് ഈ ലോകത്തിൽ ഉള്ള ആർക്കും തന്നെ ആ സമാധാനമോ സന്തോഷമോ തരുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. ഒരുപക്ഷെ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ സന്തോഷം, സമാധാനം അത് താൽക്കാലികം മാത്രമാണ്. എന്നാൽ നിത്യമായ രക്ഷയും സമാധാനവും സന്തോഷവും നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് തൻ്റെ 2-ാമത്തെ വരവിൽ ഈ പാപത്തിനു മുമ്പേ ഈ ഭൂമി എങ്ങനെയായിരുന്നു അതേ അവസ്ഥയിലേക്ക് ഈ ഭൂമിയെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നത് 13 മുതലുള്ളതായ അധ്യായങ്ങളാണ്. ഞാൻ പറഞ്ഞു, 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദയ്ക്ക് അടുത്തുള്ളതായ ഒറ്റപ്പെട്ട രാജ്യങ്ങളിന്മേൽ ഉള്ളതായ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 9 രാജ്യങ്ങളുടെ മേലുള്ളതായ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മുഴുവനും നമുക്കിന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് പറയാം. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കണം എന്ന് ദൈവനാമത്തിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായി പറയുന്നത് ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചുള്ളതായ പ്രവചനമാണ്. അത് യെശയ്യാപ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള വാക്യങ്ങളിലും 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമതായി മോബാബ് രാജ്യത്തെക്കുറിച്ചുള്ളതായ പ്രവചനം പറയുന്നു. അത് യെശയ്യാപ്രവചനം 15-ാം അധ്യായം 1 മുതൽ 6 വരെയും 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വരെയുമാണ് പറയുന്നത്. ഈജിപ്തിനെ കുറിച്ച് അല്ലെങ്കിൽ മിസ്രൈമിനെ കുറിച്ചുള്ളതായ പ്രവചനം പറയുന്നത് യെശയ്യാപ്രവചനം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 20-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വരെയാണ്. അസീരിയ അല്ലെങ്കിൽ അശൂർ സാമ്രാജ്യത്തെക്കുറിച്ചുള്ളതായ പ്രവചനം, നമ്മൾ അശൂർ സാമ്രാജ്യത്തെക്കുറിച്ചുള്ളതായ പ്രവചനം യെശയ്യാപ്രവചനം 10-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് വായിച്ചു മനസ്സിലാക്കി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇവിടെ 14-ാം അധ്യായത്തിലും യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങളിലും ഈ അശൂർ സാമ്രാജ്യത്തിൻ്റെ മേലുള്ളതായ ന്യായവിധിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്.
സിറിയയെക്കുറിച്ചുള്ളതായ അല്ലെങ്കിൽ ആരാം രാജ്യത്തെക്കുറിച്ചുള്ളതായ പ്രവചനം യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ളതായ ഭാഗത്ത് പറയുന്നു. യെരുസലേമിനെ കുറിച്ചുള്ളതായ പ്രവചനം യെശയ്യാ പ്രവചനം 22-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 25 വരെയുള്ളതായ വേദഭാഗത്ത് പറയുന്നുണ്ട്. പിന്നെ ഫെലിസ്തീനെക്കുറിച്ചുള്ളതായ പ്രവചനം യെശയ്യാ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 32-ാം അധ്യായം വരെ പറയുന്നുണ്ട്. പിന്നീട് എത്യോപ്യയെക്കുറിച്ചുള്ളതായ പ്രവചനമാണ് പറയുന്നത്. അത് യെശയ്യാ പ്രവചനം 18-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ളതായ ഭാഗത്ത്. 9ാമത്തെ രാജ്യമായ ടയർ അല്ലെങ്കിൽ സോർ എന്നുള്ളതായ രാജ്യത്തെക്കുറിച്ച് പറയുന്നതായ പ്രവചനം യെശയ്യാ പ്രവചനം 23-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങളിലാണ്. നമ്മൾ ഈ രാജ്യങ്ങളെക്കുറിച്ചൊക്കെയും ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ഇതുവരെ പഠിച്ചതായ അധ്യായങ്ങളിൽ ഈ രാജ്യങ്ങളെക്കുറിച്ച് ഇതിൽ പല രാജ്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അസീരിയയെക്കുറിച്ചും സിറിയയെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ഫെലിസ്തീനെക്കുറിച്ചും അതുപോലെ തന്നെ സോർ രാജ്യത്തെക്കുറിച്ചും ഈജിപ്റ്റ് അല്ലെങ്കിൽ മിസ്രൈമിനെക്കുറിച്ചും മോവാബിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചു. ഒരു വിധത്തിൽ യഹൂദ രാജ്യത്തിന് നേരെയുള്ളതായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഈ രാജ്യങ്ങൾ യഹൂദയെ ആക്രമിച്ചതായ ചില സാഹചര്യങ്ങളുമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ഇതിനെ യഹൂദയ്ക്ക് നേരെയുള്ളതായ ഒരു ഭീഷണി മുഴക്കുന്നതായ സാഹചര്യവും ഈ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. എന്നാൽ ബാബിലോണിനെ കുറിച്ച് ഇതുവരെയും 12-ാം അധ്യായം വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുവരെയും യെശയ്യാ പ്രവചന പുസ്തകത്തിൽ പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ ബാബിലോണിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അത് 39-ാമത്തെ അധ്യായത്തിലാണ്. അത് ആഹാസ് രാജാവ്, അതായത് ഇപ്പോഴത്തെ രാജാവായ ആഹാസ് രാജാവിൻ്റെ മകൻ ഹിസ്കിയാ രാജാവ് അസുഖം ബാധിച്ച് അതിൽ നിന്നും സൗഖ്യം പ്രാപിക്കുന്ന സമയത്ത് ബാബിലോണിൽ നിന്നും കുറേ പ്രഭുക്കന്മാർ സമ്മാനങ്ങളുമായി ഇദ്ദേഹത്തെ സന്ദർശിക്കുന്നതായ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതിന് മുൻപായിട്ട് ഈ ബാബിലോണിനെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ പരാമർശിക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും വളരെ വ്യക്തമായിട്ട് ഈ രാജ്യത്തിന് നേരെയുള്ളതായ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ 2 കാര്യങ്ങൾ. ഒന്ന്, ബാബിലോണിനെ സംബന്ധിച്ചിടത്തോളം ബാബിലോൺ ഒരു വിധത്തിലുള്ളതായ ഭീഷണിയും യഹൂദയ്ക്ക് എതിരായി ഇതുവഴിയും മുഴക്കിയിട്ടില്ല. അല്ലെങ്കിൽ യഹൂദയെ ചെറിയ രീതിയിലെങ്കിലും ആക്രമിക്കുവാൻ ബാബിലോൺ വന്നിട്ടില്ല. അതിൻ്റെ കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബിലോൺ ഇപ്പോഴും അശൂർ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. അല്ലെങ്കിൽ അശൂർ സാമ്രാജ്യം ബാബിലോണിനെ പിടിച്ചടക്കി അശൂർ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അശൂർ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് ബാബിലോൺ എന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അശൂർ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ളതായ ബാബിലോണെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ആ ദേശത്തിൻ്റെ നാശത്തെക്കുറിച്ചാണ് പ്രവചിക്കുന്നത്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ബാബിലോൺ സാമ്രാജ്യം വളരെ മഹത്വത്തിലേക്ക് എത്തുന്നതായ ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഈ ബാബിലോൺ സാമ്രാജ്യം നാശത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു വളർച്ചയിലേക്ക് എത്തിയതിന് ശേഷമാണ് ബാബിലോൺ സാമ്രാജ്യം ഒരു തളർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു നാശത്തിലേക്ക് പോകുന്നത്. എന്നാൽ യെശയ്യാ പ്രവാചകൻ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവചനം നൽകുന്നത്, യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന ഈ പ്രവചനം അതിൻ്റെ നാശത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ ഈ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ നാശത്തെക്കുറിച്ച് ഇവിടെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പ്രവചിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ ആഴ്ചയിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം പോകുന്നത്. നമ്മൾ ഈ ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൻ്റെ നാശത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത് നിവൃത്തിയാകുന്നത് 539 BC ഹോരശ് രാജാവ് ഈ രാജ്യത്തെ പിടിച്ചടക്കുന്നതിലൂടെയാണ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നാൽ അതിനു മുൻപ് അസീരിയൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന ബാബിലോൺ സാമ്രാജ്യം പലപ്പോഴായി ഈ അസീരിയൻ സാമ്രാജ്യത്തോട് റിബല് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് അതിൽ നിന്നും സ്വതന്ത്രമായ ഒരു രാഷ്ട്രമായി മാറാൻ ശ്രമിക്കുന്നതായ സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ആ സാഹചര്യത്തിലൊക്കെയും അസീരിയൻ സാമ്രാജ്യം ഈ രാജ്യത്തെ അടിച്ചമർത്തുന്നു. അത് 710 BC 702 BC
689 BC, 648 BC അസീരിയൻ സാമ്രാജ്യം ഈ വിപ്ലവം സൃഷ്ടിക്കുവാനായി ശ്രമിച്ച ബാബിലോണിനെ അടിച്ചമർത്തി വീണ്ടും തൻ്റെ അതായത് അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ആക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം എപ്പോഴാണ് അസീരിയൻ സാമ്രാജ്യത്തിൽ നിന്നും ബാബിലോൺ സാമ്രാജ്യം ഒരു സ്വതന്ത്ര സാമ്രാജ്യമായി മാറുന്നത് എന്ന് വളരെ വ്യക്തമായി ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതാണ് നമുക്ക് തിങ്കളാഴ്ചത്തെ ഭാഗത്ത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അവിടെ പറയുന്നത് 626 BC നെബോപൊളോസർ എന്ന രാജാവ് ബാബിലോൺ രാജ്യത്തിൻ്റെ രാജാവായതിനു ശേഷം തൻ്റെ അയൽ രാജ്യങ്ങളായ ഓരോ രാജ്യങ്ങളെയും ഒന്നൊന്നായി പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും അങ്ങനെ നെബോപൊളോസർ രാജാവാണ് ബാബിലോണിനെ അതിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നെബോപൊളോസർ രാജാവ് അസീരിയൻ സാമ്രാജ്യത്തെയും മിസ്രൈമിനെയും ഒക്കെയും എന്ത് ചെയ്യുന്നു, പിടിച്ചടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ നെബുക്കദ്നേസർ രണ്ടാമൻ രാജാവ് യഹൂദിയെ പിടിച്ചടക്കുകയും അവിടുത്തെ ജനങ്ങളെ നാടുകടത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ നെബുക്കദ്നേസർ രാജാവും ഈ രാജ്യത്തിൻ്റെ മഹത്വം മറ്റ് രാജ്യങ്ങളുടെ ഇടയിൽ വാനോളം ഉയർത്തുവാൻ തക്കവണ്ണം സഹായിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ നെബുക്കദ്നേസറിൻ്റെ കാലഘട്ടത്തിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഹാങ്ങിങ് ഗാർഡൻ അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം സൃഷ്ടിക്കുന്നതും ആയിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ അനേക മതിലുകൾ പണിയുകയും ഗോപുരങ്ങൾ പണിയുകയും ഒക്കെയും ചെയ്യുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, നമ്മൾ ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്വർണം കൊണ്ടുള്ളതായ മുഴുവനും തങ്കം കൊണ്ടുള്ളതായ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നത് ഈ നെബുക്കദ്നേസറിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അത്രമാത്രം ശക്തിയുള്ളതായ സമ്പത്തുള്ളതായ ഒരു രാജ്യമായി മാറ്റപ്പെട്ടു ബാബിലോൺ സാമ്രാജ്യം. ഒരു കാലഘട്ടത്തിൽ അശൂർ രാജ്യത്തിൻ്റെ കീഴിൽ കിടന്നതായ ഈ ബാബിലോൺ സാമ്രാജ്യം ഇപ്പോൾ മറ്റു രാജ്യങ്ങളുടെ ഇടയിൽ ഏറ്റവും മഹത്വമുള്ളതായ രാജ്യമായി മാറ്റപ്പെട്ടു. അതിനുശേഷം നമ്മൾ കാണുന്നത് ബെൽഷസറിൻ്റെ സമയത്ത് ദാനിയേൽ 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ബെൽഷസറിൻ്റെ സമയത്ത് ദൈവം ഒരു ന്യായവിധി ഈ ബാബിലോണിൻ്റെ മേൽ കൊണ്ടുവരുന്നതും ആ ന്യായവിധി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ബാബിലോൺ രാജ്യത്തെ പാർഷ്യൻ രാജാവായ കോരശ് രാജാവിലൂടെ പിടിച്ചടക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ നമ്മൾ 5-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ, ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ബെൽഷസർ രാജാവ് ഒരു വലിയ വിരുന്ന് നടത്തുകയും ആ വിരുന്നിൽ യെരുശലേം ദേവാലയത്തിൽ നിന്നും കൊണ്ടുവന്നതായ പാത്രങ്ങൾ, വെള്ളി കൊണ്ടുള്ളതും സ്വർണം കൊണ്ടുള്ളതായ പാത്രങ്ങൾ ഉപയോഗിച്ച് വിരുന്ന് നടത്തുന്ന സാഹചര്യത്തിൽ അതിൽ വീഞ്ഞു പകരുന്നതും അതുപയോഗിച്ച് വിരുന്ന് നടത്തുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ സാഹചര്യത്തിൽ ചുവരിൽ ഒരു എഴുത്ത് വരുന്നു. അതിപ്രകാരമാണ് മെനെ മെനെ തെക്കൽ വൂഫസി എന്നാണ്. അതിൻ്റെ അർത്ഥം, ഞാൻ നിന്നെ തൂക്കി നോക്കിയിരിക്കുന്നു, നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം ബാബിലോണിൽ ഒരു വലിയ കുറവ് കണ്ടിരിക്കുന്നു, അല്ല വലിയൊരു കുറ്റം കണ്ടിരിക്കുന്നു. ആ കുറ്റമാണ് ബാബിലോണിന് നേരെ ഇത്ര വലിയ ഒരു ക്രോധത്തോടെയുള്ളതായ ഒരു ശിക്ഷ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നിർബന്ധിതനായത് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. വീണ്ടും നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ബാബിലോണിനെ കുറിച്ച് പറയുന്നത്, ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ച് 13-ാം അധ്യായം പറയുന്നത്, അതിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യം പറയുന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. വീണ്ടും ചരിത്രം പരിശോധിക്കുമ്പോൾ BC 331 അലക്സാണ്ടർ കാര്യമായിട്ടുള്ളതായ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു പോരാട്ടമോ ഒരു ആക്രമണമോ കൂടാതെ ഈ ബാബിലോൺ സാമ്രാജ്യത്തെ പിടിച്ചടക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം അലക്സാണ്ടർ ചക്രവർത്തിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് തൻ്റെ കിഴക്കൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമായി ബാബിലോണിനെ മാറ്റണം എന്നുള്ളതായിരുന്നു. പക്ഷെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു പോവുകയും ഈ ഒരു സ്വപ്നം അവിടെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കാതെ ഈ രാജ്യം പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടതായ നിലയിൽ
198 AD റോമാക്കാരനായ സെപ്റ്റിമോസ് കണ്ടെത്തുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇതിനു മുൻപ് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ ഇതിൻ്റെ നാശത്തിന് കാരണമായി തീർന്നത് 539 BC ഹോരസ് രാജാവ് ഇതിനെ ആക്രമിക്കുമ്പോഴാണ്. ഇതിനെ ആക്രമിച്ച് പിടിച്ചടക്കുന്ന സാഹചര്യത്തിൽ ഹോരസ് രാജാവ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നില്ല. പക്ഷേ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 539 BC തന്നെ ദൈവത്തിൻ്റെ ന്യായവിധി ഈ ബാബിലോൺ ദേശത്തിന് അല്ലെങ്കിൽ ബാബിലോൺ രാജ്യത്തിൻ്റെ മേൽ വന്നു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 6ഉം 9ഉം വാക്യം വായിക്കുമ്പോൾ ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ ബാബിലോണിൻ്റെ മേൽ ഈ ന്യായവിധി വന്നതായ ദിവസത്തെ യഹോവയുടെ ദിവസം എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഈ പ്രവചനം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അതായത് യെശയ്യാ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 2-5 വാക്യങ്ങൾ 2 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹോരസ് രാജാവിനെ അത് ദൈവത്തിൻ്റെ വക്താക്കളായി ദൈവം അയക്കുന്നതാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ ബാബിലോണിൻ്റെ പതനം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. അത് ദൈവത്തിൻ്റെ ക്രോധത്തോടുകൂടിയതായ ന്യായവിധിയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും ക്രോധത്തോടുകൂടി ഈ ബാബിലോണിനെ ന്യായം വിധിക്കുന്നത്? യെശയ്യാ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ളതായ വാക്യങ്ങൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസ അലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗോമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകുകയില്ല. തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയില്ല. അറബിക്കാർ അവിടെ കൂടാരമടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു. അതിൻ്റെ കാലം ദീർഘിച്ചു പോകുകയുമില്ല. ഈ വാക്യം വായിക്കുമ്പോൾ ഇപ്പോഴത്തെ ബാബിലോണിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിയാം. ഇപ്പോൾ ഈ ബാബിലോൺ എവിടെയാണ് എന്ന് നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യാം. ഇത് ബാഗ്ദാദിന് ഏകദേശം 80 കിലോമീറ്റർ മാറിയാണ് ഈ ബാബിലോൺ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയും ആ സ്ഥലത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ളതായ മൊബൈലിലെടുത്ത് അതിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിൻ്റെ പടങ്ങളുമൊക്കെയും ചിത്രങ്ങളൊക്കെയും നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. അതുമാത്രവുമല്ല, വിശുദ്ധ നാട് സന്ദർശിക്കുന്നതായ സമയത്ത്, ഒരുപക്ഷെ ഇറാഖ് സന്ദർശിക്കുന്നതായ സമയത്ത് ഈ നാട് അല്ലെങ്കിൽ ഈ ബാബിലോണിൻ്റെ അവശിഷ്ടങ്ങൾ കാണുവാനുള്ളതായ അവസരങ്ങളൊക്കെ ഉണ്ടാകും. അതും ഇപ്പോഴും അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് നശിപ്പിക്കപ്പെട്ടതായ നിലയിൽ തന്നെയാണ്. ചരിത്രം പറയുന്നത് സദാം ഹുസൈൻ അത് പണിയുവാൻ തൻ്റെ കാലഘട്ടത്തിൽ അത് പണിയുവാൻ തക്കവണ്ണം ശ്രമിച്ചുവെങ്കിലും അത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം സാധിച്ചിട്ടില്ല. പലതവണയും അത് ഒന്ന് വീണ്ടും അത് പുതുക്കി പണിയണമെന്ന് തീരുമാനിക്കുകയും പക്ഷെ അതിന് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇന്നും ആ ദേശത്ത് പോയി പാർക്കുവാൻ ആർക്കും താല്പര്യമില്ലാതെ കാട് പിടിച്ച് വന്യമൃഗങ്ങൾ അതിനുള്ളിൽ താമസിക്കുകയും ഒരു വിജനമായ പ്രദേശം പോലെ ഇപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ ബാബിലോൺ ആയിത്തീർന്നു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പം അത്രമാത്രം, അതായത് ഇതിനെ പുനർനിർമ്മിക്കണമെന്ന് അലക്സാണ്ടർ ചക്രവർത്തി ആഗ്രഹിച്ചു, അതുപോലെ സദാം ഹുസൈൻ ആഗ്രഹിച്ചു, അങ്ങനെ പലരും ആഗ്രഹിച്ചു. പക്ഷെ ഇത് ഇന്നും അത് സാധ്യമാകുന്നില്ല. അത്രമാത്രം ക്രോധം അതിൻ്റെ മേൽ ദൈവത്തിനുണ്ടായിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണത്തെക്കുറിച്ചാണ് 14-ാം അധ്യായത്തിൽ പറയുന്നത്. എന്തായിരുന്നു അതിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. അവിടെ 14-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്: നീ ബാബിലോൺ രാജാവിനെക്കുറിച്ച് ഈ പാട്ട് ചൊല്ലും, പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതായി, സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി.
അപ്പം ഇതാണ് നമ്മൾക്കും ഇന്ന് പഠിക്കേണ്ടതായ കാര്യം. ഈ സ്വർണ്ണ നഗരം അല്ലെങ്കിൽ ഈ പീഡിപ്പിക്കുന്നതായ നഗരം എങ്ങനെ ഇല്ലാതായി തീർന്നു? നമ്മൾ ഈ അധ്യായത്തിന് താഴോട്ട് വായിക്കുമ്പോൾ ഏകദേശം 12-ാമത്തെ വാക്യം മുതൽ 14-15 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ് പറയുന്നത്. 12-ാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കു മീതെ വയ്ക്കും. ഉത്തര ദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരിക്കും എന്നരുളും. ഞാൻ മേഘങ്ങൾക്കു മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവിടെ അരുണോദയ പുത്രനായ ശുക്ര, ഇത് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായവും എഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായവും നമുക്ക് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ അവിടെ പിശാചിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ലൂസിഫറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പിശാചിനെ ഈ ഭൂമിയിലേക്ക് തള്ളിയിടുന്നതിന് മുൻപേ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്നതിന് മുൻപേ അവൻ ലൂസിഫർ ആയിരുന്നു. അവൻ സ്വർഗത്തിലെ ദൂതന്മാരിലെ ഏറ്റവും പ്രധാനിയായ ദൂതനായിരുന്നു. അവനൊരു കെരൂബായിരുന്നു. സംഗീത സംഘത്തിൻ്റെ നേതാവായിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവന് സൗന്ദര്യമുണ്ടായിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ, അതായത് ലൂസിഫർ അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? ഇത്രയും കഴിവുള്ള എനിക്ക്, ഇത്രയും സൗന്ദര്യമുള്ള എനിക്ക്, എല്ലാവരാലും ആദരിക്കപ്പെടുന്നതായ എനിക്ക് എന്തുകൊണ്ട് അത്യുന്നതനോട് സമനാകുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല? അല്ലെങ്കിൽ ദൈവത്തോട് ഒപ്പം അവൻ്റെ സിംഹാസനം വെക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതാണ് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ബാബിലോണിൻ്റെ തെറ്റിനെക്കുറിച്ച് പറയുന്നതായ സാഹചര്യത്തിൽ ഈ പിശാചിൻ്റെ മനോഭാവത്തെക്കുറിച്ച് എടുത്ത് യെശയ്യാ പ്രവാചകൻ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാകുന്നത്, ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെയും ആ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെയും ചിന്ത, അല്ലെങ്കിൽ അവരുടെ മനോഭാവം ഈ പിശാചിൻ്റെ മനോഭാവവും പിശാചിൻ്റെ ചിന്ത പോലെ തന്നെയായിരുന്നു. ഇത്രയും മഹത്വത്തിലിരിക്കുന്നതായ രാജ്യത്തിന് അവർ ചിന്തിച്ചു, അഹംഭാവത്തോടു കൂടി അവർ ചിന്തിച്ചു, ആ അഹംഭാവത്തോടു കൂടി അവർ പ്രവർത്തിച്ചു. നമ്മൾ മുമ്പ് വായിച്ച വാക്യത്തിൽ സ്വർണ്ണ നഗരമെന്ന് ബാബിലോണിനെ വിളിക്കുന്നു. അതിൻ്റെ കാരണം സ്വർണം കൊണ്ട് പണിയപ്പെട്ടതായ പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അത്രയും ധനമുള്ളതായ, അല്ലെങ്കിൽ അത്രയും സമ്പത്തുള്ളതായ ഒരു രാജ്യമായിരുന്നു. അതുമാത്രമല്ല, ആ അഹങ്കാരം അവർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ അഹംഭാവം അവർക്കുണ്ടായിരുന്നു. അവിടെ പറയുന്ന പീഡിപ്പിക്കുന്ന നഗരമേ എന്നുകൂടി പറയുന്നുണ്ട്. ആ അഹംഭാവത്തോടു കൂടി, ആ അഹങ്കാരത്തോടു കൂടി എന്ത് ചെയ്തു? ബാബിലോൺ സാമ്രാജ്യത്തിലെ എല്ലാ രാജാക്കന്മാരും പെരുമാറുകയും മറ്റുള്ളവരോട് അപ്രകാരം ഇടപെടുകയും ചെയ്തു. ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിൽ യാതൊരു ദയയും കാണിക്കുന്നില്ല എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ ഇത്രയും ക്രോധത്തോടെ ദൈവത്തിൻ്റെ ന്യായവിധി ബാബിലോണിൻ്റെ മേൽ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പിശാചിൻ്റെ ചിന്തയ്ക്ക് തുല്യമായ രീതിയിലുള്ള ചിന്ത ബാബിലോൺ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർക്കുണ്ടായിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ രാജാവിനെ ദൈവത്തിന് തുല്യമായി കണ്ടിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. വീണ്ടും പിശാചിനെക്കുറിച്ച് നമ്മൾ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെയും ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലൊക്കെ പിശാചിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്: ഭൂലോകത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാച് എന്നാണ്. അപ്പം ഭൂലോകത്തെ മുഴുവനും തെറ്റിച്ച് കളയുവാൻ തക്കവണ്ണം അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞു നടക്കുന്ന പിശാചിനെ, അതേ സ്വഭാവമായിരുന്നു ബാബിലോണിലെ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമുക്ക് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ആദിമ മാതാപിതാക്കളെ തെറ്റിച്ച് കളയുവാൻ തക്കവണ്ണം തന്ത്രം മനഞ്ഞ പിശാചിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ആ സ്വഭാവം ഇന്നും പിശാച് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പം ഈ പിശാചിന് സമാനമായ സ്വഭാവ രീതി, ചിന്തകൾ ബാബിലോണിന് ഉണ്ടായിരുന്നു. അഹങ്കാരം, അഹംഭാവം,
അല്ലെങ്കിൽ ദൈവത്തോട് സമനാവണം എന്നുള്ളതായ ഒരു ഭാവം ബാബിലോൺ സാമ്രാജ്യത്തിനുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും നമ്മൾ ബുധനാഴ്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സ്വർഗത്തിൻ്റെ പടിവാതിൽ എന്നുള്ളതായ ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ബാബിലോൺ എന്നുള്ളതായ പേരിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറയുന്നു. ആ ബാബിലോൺ എന്നുള്ളതായ പേരിൻ്റെ അർത്ഥം ദേവന്മാരുടെ വാതിൽ എന്നാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ യാക്കോബ് ഉറങ്ങുന്നതായ സാഹചര്യത്തിൽ താനൊരു സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം ഇപ്രകാരമാണ്: സ്വർഗത്തിൽ നിന്നും ഒരു കോവേണി ഭൂമിയിലേക്ക്, അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിനുശേഷം ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ യാക്കോബ് ആ സ്ഥലത്തിനൊരു പേരിട്ടു. ആ പേര് ബഥേൽ എന്നായിരുന്നു. ബഥേൽ എന്ന പേരിൻ്റെ അർത്ഥം യഹോവയുടെ ആലയം അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ തൊക്കണം സാധിക്കുന്ന ഒരു കാര്യം, രണ്ട് പേരുകൾ, അതിൻ്റെ രണ്ട് അർത്ഥങ്ങൾ. ബാബേൽ എന്നുള്ള പേരിൻ്റെ അർത്ഥം ദേവന്മാരുടെ വാതിൽ എന്നും ബഥേൽ എന്ന പേരിൻ്റെ അർത്ഥം സ്വർഗത്തിൻ്റെ വാതിൽ എന്നും ആണ്. അപ്പോൾ ഇവിടെ കാണാൻ തൊക്കണം സാധിക്കുന്നത് ആരാധനയുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യമാണ്. അതായത് സത്യ ആരാധനയും തെറ്റായ ആരാധനയും, ദേവന്മാരുടെ അല്ലെങ്കിൽ അന്യദൈവ ആരാധനകളും വിഗ്രഹ ആരാധനകളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ബാബിലോൺ. പക്ഷെ ദൈവം പറയുന്നത്, നിങ്ങൾ നിത്യതയെ അവകാശമാക്കണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥ സത്യ ആരാധനയിൽ നിങ്ങൾ സൃഷ്ടിയെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടാവിനെ ആരാധിക്കണം എന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ വ്യാഴാഴ്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സിയോൻ്റെ അന്തിമ വിജയം എന്നുള്ള ഭാഗമാണ്. ഞാൻ പറഞ്ഞു 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ വിവിധ രാജ്യങ്ങളുടെ മേലുള്ളതായ ന്യായവിധിയെക്കുറിച്ചാണ്. 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിൽ ഈ ലോകത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് അവിടെ സംസാരിക്കുകയാണ്. ആ ന്യായവിധി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം 1000 ആണ്ടുള്ളതായ വാഴ്ചകൾക്ക് ശേഷം പിശാചിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിലൂടെയാണ് എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം ചിന്തിക്കുമ്പോൾ അവിടെയും ഈ ബാബിലോണിനെ കുറിച്ച് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്നു. അപ്പോൾ യോഹന്നാൻ തൻ്റെ പ്രവചനം എഴുതുന്നതായ സാഹചര്യത്തിൽ ബാബിലോണിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു തിന്മ നിറഞ്ഞ ശക്തിയായിട്ടാണ്. നമുക്കറിയാം, നമ്മൾ ചിന്തിച്ചത് ബാബിലോണിനെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. അപ്പോൾ ഒരു തിന്മ നിറഞ്ഞ ശക്തിയായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ബാബിലോണിനെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ത്രിവിധ ദൂതിൽ പഠിക്കുമ്പോൾ ബാബിലോണിനെ കുറിച്ച് പറയുന്നത്, മഹതിയാം ബാബിലോൺ വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറയുന്നു. വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, മൃഗത്തെയും അതിൻ്റെ മുദ്രയെയും നമസ്കരിക്കുകയും നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു തെറ്റായ ആരാധന രീതി അല്ലെങ്കിൽ ഒരു വിഗ്രഹ ആരാധന രീതി, അതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചത് ബാബിലോൺ സാമ്രാജ്യമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ത്രിവിധ ദൂതിൽ തെറ്റായ ആരാധന സ്വീകരിക്കുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് പാത്രരായി തീരും എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ബാബിലോണിനെ ദൃഷ്ടാന്തമാക്കി അല്ലെങ്കിൽ ബാബിലോണിനെ ഒരു എക്സാമ്പിളാക്കി വെച്ചുകൊണ്ട് ഈ പ്രവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ 24 മുതലായ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ഈ ലോകത്തിലുള്ള ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ന്യായവിധി ഇപ്രകാരമാണ്: നിങ്ങൾ സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അത് ദൈവം എന്ത് ഉടമ്പടിയാണോ വെച്ചിരിക്കുന്നത് ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആരാധിക്കണം. അല്ലാതെ ഈ ലോകത്തിൻ്റെ താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ ലോകത്തിൻ്റെ സൗകര്യമനുസരിച്ച് അല്ല ആരാധിക്കേണ്ടത്.
ബാബിലോൺ സാമ്രാജ്യത്തിൽ നിന്നും നമ്മൾ പഠിച്ചതായ, അല്ലെങ്കിൽ അതിൻ്റെ ന്യായവിധിയിൽ നിന്ന് നമ്മൾ പഠിച്ചതായ കാര്യം, ഒന്ന്, നമ്മൾ സ്വയം അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ അഹംഭാവത്തോടു കൂടി എനിക്ക് യോഗ്യതയുണ്ട്, എന്തുകൊണ്ട് എനിക്ക് അവനേക്കാൾ മേലിൽ ആയിക്കൂടാ എന്നുള്ളതായ ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു അഹംഭാവത്തോടു കൂടിയുള്ള ചിന്തയും അതിന് അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ദൈവസന്നിധിയിൽ വലിയ തെറ്റായിട്ട് കാണുന്നു. അത് ന്യായവിധി ദിവസത്തിൽ നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്ന് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, സത്യ ആരാധന അല്ലെങ്കിൽ ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്നതിലൂടെ അത് ന്യായവിധി ദിവസത്തിൽ ന്യായം വിധിക്കുമ്പോൾ അതും കണക്ക് ചോദിക്കും എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. കഴിഞ്ഞ പാഠത്തും ഈ പാഠവും തമ്മിൽ നമ്മൾ ബന്ധിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ഈ രണ്ട് ഭാഗങ്ങളും 12 വരെയുള്ള അധ്യായങ്ങളിൽ 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലും അതുപോലെ തന്നെ 13 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിലും ഈ 2 ഭാഗങ്ങളും പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തിയാണ്. ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ രീതികളും അപ്രകാരം തന്നെയായിരുന്നു. നമ്മൾ യോഹന്നാൻ 13-ാം അധ്യായവും മത്തായി 11-ാം അധ്യായവും അതുപോലെ തന്നെ ഫിലിപ്പിയർ 2-ാം അധ്യായം ഒക്കെയും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദാസരൂപത്തിൽ ദാസനായി ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. യോഹന്നാൻ 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ ഉദാഹരണമായി ദൈവം നൽകുന്നതായ ഉദാഹരണം, അല്ലെങ്കിൽ യേശു നൽകുന്നതായ ഉദാഹരണം, യേശു തൻ്റെ അത്താഴ സമയത്ത് തോറത്തെടുത്ത് അരയിൽ കെട്ടി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ തക്കവണ്ണം പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അത്രമാത്രം താഴ്മയുടെ മനോഭാവത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വന്ന് ആ താഴ്മയുടെ മനോഭാവം നമുക്കും ഉണ്ടാകണമെന്ന് നമ്മളെ കാണിച്ചു തന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ക്രിസ്തേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ആ താഴ്മയുടെ മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ നന്മ നിറഞ്ഞ ശക്തിയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ 12-ാം അധ്യായം വരെ പ്രവചിപ്പിച്ചപ്പോൾ അതിൻ്റെ എതിർ നിൽക്കുന്നതായ ശക്തിയെക്കുറിച്ച് കൂടി പ്രവചിക്കേണ്ട ആവശ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് യെശയ്യാ പ്രവാചകൻ ഈ ബാബിലോണിനെ കുറിച്ചുള്ളതായ പ്രവചനം ഈ ഭാഗത്ത് പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അവിടെ താഴ്മയുടെ മനോഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ ബാബിലോണിനെ നിയന്ത്രിച്ച പിശാചിനും ബാബിലോൺ സാമ്രാജ്യത്തിനും അഹംഭാവത്തിൻ്റെ മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്കു തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ഈ വാക്യം വായിക്കുമ്പോൾ ഈ പാഠത്തിൻ്റെ മൊത്തത്തിലുള്ളതായ ഒരു സംഗ്രഹിച്ചുള്ളതായ ഒരു വാക്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ബാബിലോണിൻ്റെ ചരിത്രത്തിൽ നിന്നും നമ്മൾ പഠിച്ചത്, ആ ബാബിലോണിന് പിശാചിനെ പോലെ തന്നെ അവന് സ്വന്തമായി അവൻ എല്ലാം തികഞ്ഞവനാണ്, അവന് എല്ലാം ഉള്ളവനാണ് എന്ന് തോന്നി. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അല്ലെങ്കിൽ എല്ലാം ഉണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നുന്നു എങ്കിൽ അതിൽ അഹങ്കരിക്കുകയോ അഹംഭാവം കാണിക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാതെ താഴ്മയുടെ മനോഭാവത്തിലേക്ക് കടന്നു വരണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ബാബേൽ എന്ന് പറയുന്ന ഗോപുരം പണിയുന്നതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ ബാബേൽ ഗോപുരം പണിയുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ് എന്ന് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതായത് സ്വന്തം വിവേകത്തിൽ ഊന്നിക്കൊണ്ട് മറ്റാരെയും ആശ്രയിക്കാതെ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി എന്തു ചെയ്യുന്നു, അവർ അത് പണിയുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ പറയാണ്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നു.
ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നമ്മളിലുള്ളതായ അഹംഭാവം അതൊക്കെയും മാറ്റി ഒരു താഴ്മയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. അതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതം എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ആ ബാബിലോണിനെ നശിപ്പിക്കുന്നത് ഹോരസ് രാജാവ് 539 BC അത് യഹോവയുടെ ദിവസം എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയെ ന്യായം വിധിക്കുമ്പോൾ അതിനെക്കുറിച്ചും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് യഹോവയുടെ ഘോരവും ഭയങ്കരവുമായ ദിവസമാണ് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആ ദിവസത്തിൽ ന്യായവിധിയിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ നമ്മളെ ന്യായം വിധിക്കുന്നതിൻ്റെ ചില മാനദണ്ഡങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്ന്, നമുക്ക് താഴ്മയുടെ അനുഭവം ഉണ്ടാവണം. പിശാചിനോ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാർക്കോ സമാനമായ രീതിയിൽ നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുവാനോ നമ്മുടെ പ്രവർത്തികളെ കൊണ്ടുപോകുവാനോ പാടില്ല. 2, നമ്മുടെ ആരാധന അത് ഈ സകല ലോകത്തെയും തെറ്റിച്ച് കളയുന്ന വിധത്തിൽ മഹദിയാം ബാബിലോൺ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം സൗകര്യത്തിൽ ആരാധന ദിവസത്തെ മാറ്റി, സ്വന്തം സൗകര്യത്തിൽ ആരാധന രീതികളെ മാറ്റി, സ്വന്തം സൗകര്യത്തിൽ ആരാധന സമ്പ്രദായങ്ങളെ മാറ്റി വിഗ്രഹ ആരാധന സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമന്ത്യം സകല ജാതികളെയും കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിശാച് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മൃഗം അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, മൃഗം അതിൻ്റെ മുദ്ര നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആ മുദ്രയെ മനസ്സിലാക്കി, പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി, സത്യ ആരാധന ഏതാണ് എന്ന് മനസ്സിലാക്കി, ഏതു ദിവസമാണ് ആരാധിക്കേണ്ടത് എന്ന് ദൈവം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിയെ അല്ല, സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ത്രിവിധ ദൂതിലെ ആദ്യത്തെ ദൂത് തന്നെ അതാണ് പറയുന്നത്. ആകാശവും ഭൂമിയും ചരാചരങ്ങളും നീരുറകളും ഒക്കെയും സൃഷ്ടിച്ചതായ സൃഷ്ടാവിനെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അവൻ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. തീർച്ചയായിട്ടും ഈ ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ ന്യായവിധിയെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കും തലയുയർത്തി പിടിച്ചുകൊണ്ട് പറയാൻ തക്കവണ്ണം സാധിക്കുന്നു, എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു നാളും പിശാചിനെ പോലെയോ അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യത്തിലെ പ്രഭുക്കന്മാരെ പോലെയോ ഞാൻ അഹങ്കരിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ മനോഭാവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, താഴ്മയുടെ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ ആരാധിച്ചത് സൃഷ്ടാവിനെയാണ്, സൃഷ്ടിയെ അല്ല. ഞാൻ ആരാധിച്ചത് സൃഷ്ടാവിൻ്റെ ഉടമ്പടി പ്രകാരമാണ്, അല്ലാതെ ലോകത്തിൻ്റെ സൗകര്യപ്രകാരമല്ല എന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നു. ഇവിടെ പറയുകയാണ്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിൻ്റെ എല്ലാ വഴികളിലും നീ അവനെ നനച്ചുകൊള്ളുക എന്ന് പറയുന്നു. ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇതാണ്. നമ്മൾ ഈ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ചരിത്രമൊക്കെയും പഠിക്കുമ്പോൾ അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ന്യായം വിധിച്ചത് നമ്മുടെ ഈ ലോകത്തെ ന്യായം വിധിക്കുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് മനസ്സിലാക്കി ആ ന്യായവിധിയിൽ നമ്മൾ ഓരോരുത്തരും പാത്രമായി തീരേണ്ടവരാണ് എന്നും ആ ന്യായവിധിയെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ന്യായവിധിയിൽ വിജയിച്ചുകൊണ്ട് നമുക്ക് നിത്യതയിൽ അവകാശികളായി തീരണം എന്നുമുള്ളതായ ആഗ്രഹത്തോടു കൂടി ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പാഠപഠനത്തിന് വിരമിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിൻ്റെ അവസാനമായി പാട്ടുപുസ്തകത്തിലെ 611 പാട്ട് പാടാം. 6-1-1. സർവസവും യേശുവിനായി ഏകുന്നു നിർവ്യാജം ഞാൻ, അവനെ നിത്യം സ്നേഹിച്ചു ഞാൻ ജീവിക്കും തന്മ
സർവസവും ഞാൻ, സർവസവും ഞാൻ ഏകുന്നു എൻ രക്ഷിതാവേ, നിനക്കായി മുറ്റും നൽകുന്നെല്ലാം ഈശനായി ഞാൻ തൃപ്പാദേ വണങ്ങുന്നേ. ലോകമോഹം ഞാൻ വെടിഞ്ഞ് സ്വീകരിക്കുന്നേ ഇപ്പോൾ. സർവസവും ഞാൻ, സർവസവും ഞാൻ ഏകുന്നു എൻ രക്ഷിതാവേ, നിനക്കായി മുറ്റും നൽകുന്നു നിനക്കായെല്ലാം. എന്നെ നിന്റേതാക്കുകേ, എന്നുള്ളിൽ നിന്നാത്മം നീതാ, നീ എന്റേതായി തീരുകേ. സർവസവും ഞാൻ, സർവസവും ഞാൻ ഏകുന്നു എൻ രക്ഷിതാവേ, നിനക്കായി മുറ്റും നൽകുന്നെല്ലാം ഈശനായി ഞാൻ. ശുദ്ധാഗ്നിയുണ്ടെന്നുള്ളിൽ പൂർണ്ണരക്ഷ എന്റേതെന്നും. സ്തോത്രമാവനെന്നുമേ. സർവസവും ഞാൻ, സർവസവും ഞാൻ ഏകുന്നു എൻ രക്ഷിതാവേ, നിനക്കായി മുറ്റും. നമുക്കെവർക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന നല്ല ദൈവമേ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ കടന്നു വരുവാൻ ദൈവം അവിടുന്ന് മുഖാന്തരമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ പല ഭവനങ്ങളിലും പല സ്ഥലങ്ങളിലുമായിരുന്നു. ദൈവം അവിടെയെല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ശേഷം കടന്നു വരുവാൻ തക്കവണ്ണമുള്ള ശക്തിയും ബലവും അവിടുന്ന് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ സബ് സ്കൂൾ നേതൃത്വത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഈ സബ് സ്കൂളിൽ മനോഹരമായ ഒരു പാഠപഠനം ഞങ്ങൾക്ക് ശ്രമിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കർത്താവെ അവിടുന്ന് ബലം നൽകിയതിനായി സ്തോത്രം. പഠിപ്പിച്ച മക്കളെ അവിടുന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അത് കേട്ട് തൃപ്തരായി മറ്റുള്ളവർക്ക് ദേശത്തിനും കർത്താവെ ഞങ്ങൾ മാതൃകയായി തീരുവാൻ തക്കവണ്ണം സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വായിച്ചു കേട്ടിരിക്കുന്ന സ്ഥലത്തെ വേലകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ ആ ദൗത്യം ഏറ്റിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ അവിടുന്ന് എല്ലാവിധമായ സഹായങ്ങളും കൊടുത്ത് അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ആ ജോലി മനോഹരമായി ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബപരമായും വ്യക്തിപരമായും അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ കർത്താവെ ആ വേലയിൽ ശോഭിക്കുവാൻ തക്കവണ്ണം തിരുമേനി അവർക്ക് സർവ്വവിധ അനുഗ്രഹങ്ങൾ അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടേതായ ഈ സഭയും സഭാജനതകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായ വേദനയും ഭാരത്തെ അവിടുന്ന് ദൈവം അവിടുന്ന് ദൂരീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയങ്ങളെല്ലാം ഞങ്ങളുടെ ആരാധന ഉൾപ്പെടെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ഞങ്ങളെ വഴി നടത്തണം. സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ട് ഉത്തരവരുളുമാറാകണമേ. ആമേൻ.